ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചത്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ 1/2 കിലോ, ശർക്കര 3/4 കിലോ, നാളികേരം ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കറുത്ത എള്ള് 1/4 കപ്പ്, പൊട്ടുകടല 1/2 കപ്പ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, തേങ്ങ 2 വലിയ തേങ്ങ ചിരകിയെടുത്തത്, 3/4 കപ്പ് വെള്ളം, 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 3/4 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് ഉരുകി വന്നാൽ മതി. ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുക്കിയ ശർക്കര ഇനി നമുക്ക് അരിച്ചെടുക്കാം. മറ്റൊരു പാൻ വെച്ച് അതിൽ അവലിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അധികം വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിലേക്ക് തന്നെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നാളികേരം നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇത് അവൽ വിളയിച്ചാൽ കുറച്ച് ദിവസം ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ നാളികേരത്തിലെ കുറച്ച് ജലാംശമെല്ലാം പോയി കഴിയുമ്പോൾ അത് കുറച്ച് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നാളികേരം ഇങ്ങനെ ഒന്ന് ചൂടാക്കി അതിലെ ജലാംശമൊക്കെ കളയുന്നത്. നാളികേരം ഒന്ന് അതിൻ്റെ ജലാംശമൊക്കെ പോയി കണ്ടോ, ആവി വരുന്നത് കാണാം. ഇപ്പം ഇത് മതി ഇതിൻ്റെ ഭാഗം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ നാളികേരം എല്ലാം ഒന്ന് സൈഡിലേക്ക് നീക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം അവലും നാളികേരവും ശർക്കരയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. നന്നായി ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, എള്ള് ഇതൊക്കെ ഇതിലേക്ക് വറുത്തിടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വേറെ നാളികേരക്കൊത്ത് വറുത്തതോ അതൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പൊട്ടുകടല, അണ്ടിപ്പരിപ്പ്, എള്ള്, കുറച്ച് നാളികേരക്കൊത്ത് വറുത്തത്. ആദ്യം നമുക്ക് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് ഇടണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നതാണ്. ഇനി
ഇനി നമുക്ക് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, എള്ള് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് അവിൽ വിളയിച്ചതിലേക്ക് ഇടാം. ആദ്യം വറുത്ത് വെച്ച നാളികേരക്കൊത്തും ഇതിലേക്ക് ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും കേടാവാതിരിക്കും. നമ്മളിത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൽ ചൂടാക്കിയതും നാളികേരത്തിൻ്റെ ജലാംശം കളഞ്ഞതും. ഇത് ദൂരെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റും. പിന്നെ നമ്മളുടെ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾക്കിത് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ